പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചവ്വരി കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചവ്വരി 3-4 പ്രാവശ്യം കഴുകിയിട്ട് അതിലെ സ്റ്റാർച്ച് മുഴുവൻ കളഞ്ഞ ശേഷം അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് വെള്ളം ഊറ്റിയിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി പായസം ഉണ്ടാക്കാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ കഴുകി വെള്ളം വാർത്ത് വെച്ച ചവ്വരി അതിലേക്കിട്ട് 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ഇപ്പോൾ ചവ്വരി ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പാലൊഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുത്തത്. പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ചിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ പായസം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് തിക്കാകാതെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് വരും. ഇനി ഒരു പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചൂടായാൽ കുറച്ച് കാഷ്യൂ, ബദാം, ഉണക്കമുന്തിരി ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചവ്വരി പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്